ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് പേയേഴ്സിൻ്റെ പ്രോബബിലിറ്റി. പേയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ജോഡികളാണ് അല്ലേ. അപ്പം നമ്മൾ പ്രോബബിലിറ്റി കാണാൻ പോകുന്നത് ഇനി പേയേഴ്സിൻ്റെതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 കോയിനും ടോസ് ചെയ്യാണ്. 2 കോയിന് ടോസ് ചെയ്യുമ്പം നമുക്ക് ഫസ്റ്റ് കോയിനിൽ ഹെഡോ ടെയിലോ വരാം, സെക്കൻഡ് കോയിലും ഹെഡോ ടെയിലോ വരാം. അപ്പം എത്ര ചാൻസ് ഉണ്ട് അവിടെ? ഫസ്റ്റ് കോയിനിൽ 2 ചാൻസ് ആണുള്ളത്, 2 ഔട്ട്കം വരാനാണ് ചാൻസ് ഉള്ളത്, ഹെഡ് ഓർ ടെയിൽ. സെക്കൻഡ് കോയിനിലും 2 ഔട്ട്കം വരാനാണ് ചാൻസ്, ഹെഡ് ഓർ ടെയിൽ. അപ്പം ടോട്ടൽ 2 കോയിന് ടോസ് ചെയ്യുമ്പം നമുക്കവിടെ പേയേഴ്സ് വരുമ്പോൾ 2 കോയിൻ്റെ പേയേഴ്സ് വരുമ്പം അവിടെ ടോട്ടൽ 2 × 2, ഫസ്റ്റ് കോയിൻ്റെ ഔട്ട്കവും സെക്കൻഡ് കോയിൻ്റെ ഔട്ട്കവും ചേർന്ന് 2 × 2 4 ഔട്ട്കം വരാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോയിനിൽ ഹെഡ് വരാം, സെക്കൻഡ് കോയിനിലും ഹെഡ് വരാം. അല്ലെങ്കിൽ ഫസ്റ്റ് കോയിനിൽ ഹെഡ് വരാം, സെക്കൻഡ് കോയിനിൽ ടെയിൽ വരാം. പിന്നെ എന്ത് വരാം? ഫസ്റ്റ് കോയിനിൽ ടെയിൽ വരാം, സെക്കൻഡ് കോയിനിൽ ഹെഡ് വരാം. അല്ലെങ്കിൽ 2 കോയിനിലും ടെയിൽ വരാം. ഇങ്ങനെ 4 ചാൻസ് അല്ലേ ഉള്ളത് 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പേയേഴ്സ്. ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പം രണ്ടും സെയിം വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ ഒന്നുകിൽ രണ്ടും ഹെഡ് വരാം, അല്ലെങ്കിൽ രണ്ടും ടെയിൽ വരാം. അപ്പോൾ അവിടെ 2 ചാൻസ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് അവിടെ 2 ആണ്. ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ഇവിടെ ടോട്ടൽ 4 ഔട്ട്കം ഉണ്ട് അല്ലേ. 4 രീതിയിൽ വരാം, ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ. അപ്പം ബൈ ടോട്ടൽ ഔട്ട്കം എന്നുള്ളടത്ത് 4 വരും. അപ്പോൾ 2/4, സിമ്പിൾ ഫോമിൽ 1/2. അപ്പം രണ്ടും സെയിം വരാനുള്ള പ്രോബിലിറ്റി അവിടെ വരുന്നത് 1/2 ആണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേയേഴ്സിന് നമുക്ക് 2 ഡേയ്സ് ഒരുമിച്ച് റോൾ ചെയ്യണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേയ്സിൽ നമുക്ക് 6 ഔട്ട്കം കിട്ടാം അല്ലേ, 1 to 6 നമ്പേഴ്സ് വരെ കിട്ടാം. സെക്കൻഡ് ഡേയ്സിലും അങ്ങനെ തന്നെ. അപ്പം രണ്ടിലും 6 ഔട്ട്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ടോട്ടൽ ഔട്ട്കം 2 ഡേയ്സ് ഒരുമിച്ച് റോൾ ചെയ്യുമ്പം അവിടെ പേയേഴ്സ് വരുമ്പം അവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 × 6. പേയേഴ്സ് ആക്കുമ്പോൾ നമ്മൾ 2ൻ്റെ ഔട്ട്കം മൾട്ടിപ്ലൈ ചെയ്യുക. പേയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റിൻ്റെയും 6, സെക്കൻഡിൻ്റെയും 6, അപ്പോൾ 6 × 6 36 ഔട്ട്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടുത്തെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 36 ആണ്. ഫസ്റ്റ് ഡേയ്സിൽ 1 വരുമ്പോൾ സെക്കൻഡ് ഡേയ്സിലും 1 വരാം, ഫസ്റ്റിൽ 1 വരുമ്പോൾ സെക്കൻഡ് ഡേയ്സിൽ 2 വരാം, ഫസ്റ്റിൽ 1 വരുമ്പോൾ സെക്കൻഡ് ഡേയ്സിൽ 3 വരാം, 1 4, 1 5, 1 6, 6 ഔട്ട്കായി. പിന്നെ 2 വെച്ചിട്ട് വരാം. ഫസ്റ്റ് ഡേയ്സിൽ 2 വരാം, സെക്കൻഡ് ഡേയ്സിൽ 1 വരാം, 2ഉം 2ഉം വരാം, 2ഉം 3ഉം വരാം, 2ഉം 4ഉം വരാം. അതുപോലെ തന്നെ 3ഉം 1ഉം 3ഉം 2ഉം 3ഉം 4ഉം അങ്ങനെ പോകും. അങ്ങനെ ടോട്ടൽ 6 × 6 36 ഔട്ട്കാണ് അവിടെ ടോട്ടൽ ഔട്ട്കം വരുന്നത്. അവിടെ ഇപ്പം രണ്ടും സെയിം വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ 1 1, 2 2, 3 3, അങ്ങനെ 6 ചാൻസ് അല്ലേ ഉള്ളത്. ഇപ്പോൾ ഫേവറബിൾ ഔട്ട്കം പറയുന്നത് 6 വരും, ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 36 വരും. അപ്പം സിമ്പിൾ ഫോമിൽ എഴുതുമ്പോൾ 1/6 ആണ് അവിടെ സെയിം വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ആ രീതിയിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ രജനി ഹാസ് 3 നെക്ലേസസ് ആൻഡ് 3 ഇയറിങ്സ് ഓഫ് ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് സ്റ്റോൺസ്. ഗ്രീനും ബ്ലൂവും റെഡും സ്റ്റോണുള്ള 3 നെക്ലേസും 3 ഇയറിങ്സ് ആണ് രജനിക്കുള്ളത്. ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ ഷീ വിയർ ദം. അവൾക്കത് എത്ര രീതിയിൽ വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രീതിയിൽ വിയർ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഗ്രീൻ സ്റ്റോണുള്ള നെക്ലേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഗ്രീൻ ഇയറിങ്സ് ഇടാം, ബ്ലൂ ഇയറിങ്സ് ഇടാം, റെഡ് ഇയറിങ്സ് ഇടാം. അപ്പോൾ ഗ്രീന് നെക്ലേസിൻ്റെ കൂടെ 3 പെയേഴ്സ് ആയി അല്ലേ, അവിടെ 3 ഔട്ട്കായി. അടുത്തതെന്ന് പറയുമ്പോൾ ബ്ലൂ നെക്ലേസ് എടുക്കാം. ബ്ലൂ സ്റ്റോണുള്ള നെക്ലേസ് എടുക്കുമ്പോൾ ബ്ലൂവിൻ്റെ കൂടെ ബ്ലൂ ഇയറിങ്സ് ഇടാം, റെഡ് ഇയറിങ്സ് ഇടാം, ഗ്രീൻ ഇയറിങ്സ് ഇടാം, അവിടെയും 3 ആയി. അടുത്തത് റെഡ് നെക്ലേസ് എടുക്കുമ്പോൾ റെഡ് ഇയറിങ്സ് ഇടാം, ഗ്രീൻ ഇയറിങ്സ് ഇടാം, ബ്ലൂ ഇയറിങ്സ് ഇടാം. അപ്പോൾ 3 നെക്ലേസും 3 ഇയറിങ്സും ആണുള്ളത്. അതുകൊണ്ട് അതിനെ പെയേഴ്സ് ആക്കുമ്പോൾ ഇയറിങ്സും നെക്ലേസും പെയേഴ്സ് ആക്കുമ്പോൾ 3 × 3 9 ഔട്ട്കം വരൂലേ. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 9 അല്ലേ.
ഇവിടെ എന്താണ് പ്രോബിലിറ്റി കാണാൻ പറഞ്ഞത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഹെർ വിയറിങ് എ നെക്ലേസ് ആൻഡ് ഇയറിങ്സ് ഓഫ് ദി സെയിം കളർ? സെയിം കളർ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പം നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് രണ്ടും സെയിം ആവണം. നെക്ലേസും ഇയറിങ്സും സെയിം കളർ ആവണം. അതിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര വരും? ഗ്രീനും ഗ്രീനും രണ്ടും സെയിം ആവുമെന്ന് പറയുമ്പോൾ ഗ്രീൻ നെക്ലേസ് ഗ്രീൻ ഇയറിങ്സ്, ബ്ലൂ നെക്ലേസ് ബ്ലൂ ഇയറിങ്സ്, റെഡ് നെക്ലേസ് റെഡ് ഇയറിങ്സ്. അപ്പം 3 ചാൻസ് അല്ലേ അവിടെ ഉള്ളത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 3 അല്ലേ? ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 9 അല്ലായിരുന്നോ? അപ്പോൾ 3/9 സിമ്പിൾ ഫോമിൽ 1/3 അങ്ങനെയല്ലേ വരിക. ഇനി ഡിഫറെൻ്റ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 9ൽ 3 സെയിം കളേഴ്സാണ്, ബാക്കി 9ൽ 6 എന്തായിരിക്കും? ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ സൊല്യൂഷനാണ്. ബാക്കി 6 ഡിഫറെൻറ്റ് കളേഴ്സ് ആകുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ചോദിച്ചാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് അവിടെ 6 ആണ്. രണ്ടും ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് 6 ചാൻസ് ആണുള്ളത്. ഗ്രീൻ നെക്ലേസ് ബ്ലൂ ഇയറിങ്സ്, ഗ്രീൻ നെക്ലേസ് റെഡ് ഇയറിങ്സ്. ഗ്രീനും ഗ്രീനും വരില്ല, രണ്ടും ഡിഫറെൻ്റ് ആവണ്ടേ. പിന്നെ ബ്ലൂ നെക്ലേസ് ഗ്രീൻ ഇയറിങ്സ്, ബ്ലൂ നെക്ലേസ് റെഡ് ഇയറിങ്സ്. ബ്ലൂവും വരില്ല, രണ്ടും ഡിഫറെൻ്റ് ആവാനുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ റെഡ് നെക്ലേസ് ഗ്രീൻ ഇയറിങ്സ്, റെഡ് നെക്ലേസ് ബ്ലൂ ഇയറിങ്സ്. റെഡും വരില്ല, രണ്ടും ഡിഫറെൻ്റ് അല്ലേ ചോദിച്ചത്. അങ്ങനെ അവിടെ 6 ചാൻസ് ആണുള്ളത്. അപ്പം 6 ബൈ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ് കിട്ടി. ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്ര വരും? 9 അല്ലായിരുന്നോ? 6/9 സിമ്പിൾ ഫോമിൽ 2/3 വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദർ ആർ 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ് ഇൻ ക്ലാസ് 10A. 10Aയിൽ 20 ഗേൾസും 30 ബോയ്സും ആണുള്ളത്. 10Bയിൽ 15 ബോയ്സും 25 ഗേൾസ് ആണുള്ളത്. 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ് ഇൻ ക്ലാസ് 10B. 1 സ്റ്റുഡൻറ്റ് ഈസ് ടു ബി ചൂസൺ ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിനും ഓരോ സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്തിട്ട് പെയർ ആക്കുകയാണ്. 10Aന്ന് ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കും, 10Bയിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തിട്ടാണ് ഇവർ പെയേഴ്സ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി. നമുക്ക് ആദ്യം ടോട്ടൽ കാണാം അല്ലേ. ടോട്ടൽ എത്ര ഔട്ട്കം, പെയേഴ്സ് ആക്കുമ്പോൾ ടോട്ടൽ എത്ര ഔട്ട്കം വരും എന്നുള്ളത് കാണാം. അപ്പം ഗേൾസും ബോയ്സും ഉണ്ട്, അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട് എന്നുള്ളത് കാണാം. ഇതേപോലെ ടേബിൾ ആക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടേബിൾ ആക്കുമ്പോൾ 10Aയിൽ 30 ബോയ്സും 20 ഗേൾസും, ടോട്ടൽ 50 സ്റ്റുഡൻസ് ഉണ്ടല്ലോ. 10Bയിൽ 50 ബോയ്സും 25 ഗേൾസും, ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ടല്ലോ 10Bയിൽ. അപ്പോൾ 10Aയിൽ 50യും 10Bയിലെ 40 സ്റ്റുഡൻസും കൂട്ടുമ്പോൾ അവരെ പെയേഴ്സ് ആക്കുമ്പോൾ ടോട്ടൽ എത്ര പെയേഴ്സ് വരും? 50 × 40 വരൂലേ പെയേഴ്സ് ആക്കുമ്പോൾ? 50 × 40 എന്ന് പറയുമ്പോൾ 5 4 20 2000 അല്ലേ, 2000 പെയേഴ്സ് വരും. ടോട്ടൽ പെയേഴ്സ് 2000 ആണ്. ഇനി നമുക്ക് പ്രോബിലിറ്റി കാണാൻ പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആവണം. രണ്ടും ഗേൾസ് ആവണമെങ്കിൽ ഫസ്റ്റ് 10Aന്നും ഗേൾസിനെ എടുക്കണം, 10Bന്നും ഗേളിനെ എടുക്കണം. 10Aയിൽ 20 ഗേൾസ് ആണ്, 10Bയിൽ 25 ഗേൾസ് ആണ്. അപ്പോൾ അവിടെ എത്ര പെയേഴ്സ് വരും? 20 × 25 20 × 25 എത്ര വരും? 500 അല്ലേ. 500 പെയേഴ്സ് വരൂലേ? രണ്ടും ഗേൾസ് ആവുന്ന 500 പെയേഴ്സ് വരൂലേ? അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം അല്ലേ. ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 20 × 25 രണ്ടും ഗേൾസ് ആവുമ്പോൾ എത്ര പെയേഴ്സ് ഉണ്ടായിരുന്നു? 500 ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ 2000 അല്ലേ നമ്മൾ കണ്ടത്. ടോട്ടൽ 50 × 40 അല്ലേ ടോട്ടൽ സ്റ്റുഡൻസ്. അപ്പോൾ അവരെ പെയേഴ്സ് ആക്കുമ്പോൾ 2000 ഔട്ട്കംസ് വരും. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം 500 ബൈ ടോട്ടൽ ഔട്ട്കം 2000. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ്, അപ്പോൾ 500/2000 ആണ് അവിടെ വരിക. സിമ്പിൾ ഫോമിലാക്കുമ്പോൾ എങ്ങനെ വരും? 5/20 പിന്നെ 1/4 വരും. നോട്ട് ചെയ്താട്ടോ, നോട്ട് ചെയ്യുക, വീഡിയോ കേട്ട് നോട്ട് ചെയ്യാം. അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബീയിങ് എ ബോയ് ആൻഡ് 1 ബീയിങ് എ ഗേൾ? ഒരു ബോയും അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? ഇതേപോലെ തന്നെ രണ്ടും ബോയ്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 10Aന്നും ബോയിന് എടുക്കണം, 10Bന്നും ബോയിന് എടുക്കണം. 10Aയിൽ 30 ബോയ്സ് ഉണ്ട്, 10Bയിൽ 15 ബോയ്സ് ഉണ്ട്. അപ്പോൾ അവരെ പെയേഴ്സ് ആക്കുമ്പോൾ 30 × 15 എത്ര പെയേഴ്സിന് കിട്ടും നമുക്ക്? 30 × 15 എന്ന് പറയുമ്പോൾ 450 അല്ലേ. 450 പെയേഴ്സ് ഉണ്ടാവും. രണ്ടും ബോയ്സ് വരുന്ന 450 പെയേഴ്സ് ഉണ്ടാവും. ബൈ ടോട്ടൽ പെയേഴ്സ് എത്രയായിരുന്നു? 2000 അല്ലായിരുന്നോ? ടോട്ടൽ സ്റ്റുഡൻസ് 50യും 40 ആയതുകൊണ്ട് ടോട്ടൽ പെയേഴ്സ്
50 ഇൻറ്റു 40 2000 ആയിരുന്നു. അപ്പോൾ 450/2000 ചെറുതാക്കി കഴിയുമ്പോൾ എന്ത് വരും? സിമ്പിൾ ഫോമിലോട്ട് മാറ്റുമ്പോൾ ലാസ്റ്റ് 9/40 കിട്ടും. ചെറുതാക്കി കൊണ്ടുവരും കേട്ടോ. പിന്നെ നമുക്ക് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബീയിങ് എ ബോയ് ആൻഡ് 1 ബീയിങ് എ ഗേൾ? ഒരു ബോയും വരണം, ഒരു ഗേളും വരണം. അപ്പം എന്തൊക്കെ ചാൻസ് ഉണ്ട്? ഒരു ബോയും ഒരു ഗേളും വരാനുള്ള പെയേഴ്സ് ആക്കുമ്പോൾ എങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ 10Aയിൽ നിന്ന് ബോയിനെ ചൂസ് ചെയ്യാം, 10Bയിൽ നിന്ന് ഗേളിനെ ചൂസ് ചെയ്യാം. അപ്പോൾ 30യും 25ഉം 30യും 25ഉം 30 ഇൻറ്റു 25 എത്ര പേയേഴ്സ് വരും? 30 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 750. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗേളും ഒരു ബോയ് ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 10Aയിൽ നിന്ന് ഗേളിനെ എടുക്കാം, 10Bയിൽ നിന്ന് ബോയിനെ എടുക്കാം. അപ്പം 20 ഇൻറ്റു 15 അവിടെ വരുന്നത് 300. അപ്പോൾ ടോട്ടൽ 750ഉം 300ഉം 1050 വരും. അപ്പോൾ ഒരു ഗേളും ഒരു ബോയോ ആവുമ്പോൾ പേയേഴ്സ് വരുന്നത് 1050 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം നമുക്ക് 1050 കിട്ടി. ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ടോട്ടൽ എത്ര പേയേഴ്സ് ഉണ്ടായിരുന്നു? 2000 അല്ലേ? അതിന് സിമ്പിൾ ഫോമിലാക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീയിങ് എ ബോയ്? ഒരു ബോയെങ്കിലും വരാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. ഒരു ബോയെങ്കിലും വരാമെന്ന് പറയുമ്പം ഒന്നെങ്കിൽ 2 ക്ലാസ് ഒന്നും ബോയ് എടുക്കാം അല്ലേ? ബോയ്സ് എന്ന് വെച്ചാൽ 10Aന്ന് ബോയ് 30 ആണ്, 10Bയിലെ ബോയ്സ് 15 ആണ്. അപ്പോൾ 30 ഇൻറ്റു 15 എത്ര പേയേഴ്സ് ഉണ്ടായിരുന്നു? 2 ബോയ്സ് വരാനുള്ളത്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ ഒന്ന് ഗേളും ഒന്ന് ബോയ് ആയാലും, ഫസ്റ്റ് ക്ലാസ്സിന് ബോയും സെക്കൻഡ് ക്ലാസ്സിന് ഗേൾ ആയാലും, സെക്കൻഡ് ക്ലാസ്സിന് ഗേളും ഫസ്റ്റ് 10Aന്ന് ബോയും 10Bന്ന് ഗേളും അങ്ങനെ വരാം. അല്ലെങ്കിൽ 10Aന്ന് ഗേളും 10Bന്ന് ബോയും അങ്ങനെ വരുമ്പോഴും ഒരു ബോയ് ഉണ്ടാവില്ലേ അതിൽ? നമുക്കിതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. നമുക്കൊന്ന് ബോർഡിൽ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ 10Aയിൽ 30 ബോയ്സ് 20 ഗേൾസ്, 10Bയിൽ 15 ബോയ്സ് 25 ഗേൾസ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് രണ്ടും ഗേൾ ആവണം. അപ്പം ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്കറിയാം 10Aയിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്, 10Bയിൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ പേയേഴ്സ് എത്ര വരും? നമ്മൾ ഫസ്റ്റ് 10Aന്ന് ഒരു കുട്ടീനെയും 10Bന്ന് ഒരു കുട്ടീനെയും എടുക്കുമ്പോൾ ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് 50 ഇൻറ്റു 40 അല്ലേ? പേയേഴ്സ് ആക്കുമ്പോൾ ഇൻറ്റു ചെയ്യണ്ടേ? 50 ഇൻറ്റു 40 5 ഇൻറ്റു 4 20 വരും, 2 0യും 2000 പേയേഴ്സ് ആണുള്ളത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 2000 നമുക്ക് കിട്ടി. പ്രോബിലിറ്റി കാണുന്നത് എന്തിനാണ്? ബോത്ത് ഗേൾസ്, രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് അല്ലേ? രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. രണ്ടും ഗേൾസ് ആവണമെങ്കിൽ 10Aന്നും ഗേൾ വരണം, 10Bന്നും ഗേൾ വരണം. 20യും 25 അല്ലേ? 10Aയിൽ 20 ഗേൾസ് ഉണ്ട്, 10Bയിൽ 25 ഗേൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് പേയേഴ്സ് എത്രയാണ് വരിക? നമ്പർ ഓഫ് പേയേഴ്സ് ബോത്ത് ഗേൾസ്, നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ബോത്ത് ഗേൾസ്, രണ്ടും ഗേൾസ് ആവുമ്പോഴുള്ള പേയേഴ്സ് എത്ര വരും? 20 ഇൻറ്റു 25 500 വരും. അപ്പോൾ രണ്ടും ഗേൾ ആവാനുള്ള പ്രോബിലിറ്റി എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് രണ്ടും ഗേൾ വരണം. അപ്പം ഫേവറബിൾ ഔട്ട്കം 500 ആണ്. ബൈ ടോട്ടൽ ഔട്ട്കം 2000 ആണ്. പേയേഴ്സ് ആക്കുന്നതിൽ രണ്ടും ഗേൾ വരാനുള്ള പ്രോബിലിറ്റി 500/2000. സിമ്പിൾ ഫോമിൽ എഴുതുമ്പോൾ 5/20 15 20ൽ 4 5 1/4. രണ്ടും ഗേൾ ആവാനുള്ള പ്രോബിലിറ്റി അതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ബോത്ത് ബോയ്സ്. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ബോത്ത് ബോയ്സ്, number of pairs being both boys. ബോയ്സ് ആവുമ്പോൾ എത്ര പേയേഴ്സ് ഉണ്ടാവും? 10Aയിൽ 30 ബോയ്സ്, 10Bയിൽ 15 ബോയ്സ്.
30 into 15 എത്ര പേയേഴ്സ് ഉണ്ടാവും അവിടെ? 30 into 15 എന്ന് പറയുമ്പോൾ 3 into 15 45 വരും, 0. 450 പേയേഴ്സ് ഉണ്ടാവും. അവിടുത്തെ പ്രോബിലിറ്റി എന്ത് വരും? രണ്ടും ബോയ്സ് ആകുമ്പോഴുള്ള പ്രോബിലിറ്റി എന്ത് വരും? ഫേവറബിൾ ഔട്ട്കം 450 ആണ്. ബൈ ടോട്ടൽ ഔട്ട്കം നമ്മൾ കണ്ടിരുന്നു. 2000 പേയേഴ്സിൽ 450 എന്തായിരിക്കും? രണ്ടും ബോയ്സ് ആയിരിക്കും. സിമ്പിൾ ഫോമിലാക്കുമ്പോൾ 5/200 എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫോമിലാക്കിയാൽ 55 45 ഇവിടെ എത്ര 5 45 200 അല്ലേ? 9/40 ഇതാണ് സിമ്പിൾ ഫോം വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1 ഗേൾ 1 ബോയ്. 1 ഗേൾ 1 ബോയ് എന്ന് പറയുമ്പം എത്ര പേയേഴ്സ് വരും? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, 10A എന്ന് ബോയ്സിനെ എടുക്കാം, 10B എന്ന് ഗേൾസിനെ എടുക്കാം. അപ്പം ബോയും ഗേളും ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 10A എന്ന് ഗേൾസിനെ എടുക്കാം, ഗേളിനെ എടുക്കാം, 10B എന്ന് ബോയിനെ എടുക്കാം. അപ്പോഴും ഗേളും ബോയും തന്നെ ആവും. അപ്പോൾ പേയേഴ്സ് വരുമ്പം ബോയും ഫസ്റ്റ് ക്ലാസ്സിന് ബോയും സെക്കൻഡ് ക്ലാസ്സിന് 10B എന്ന് ഗേളും വരുമ്പോഴുള്ള പേയേഴ്സ് എത്ര വരും? ഇപ്പോഴുള്ള പേയേഴ്സ് എത്ര വരും? ഫസ്റ്റ് ക്ലാസ്സിന് ബോയ് 30, സെക്കൻഡ് ക്ലാസ്സിന് ഗേൾ എന്ന് പറയുമ്പോൾ 25 ഉണ്ട്. അപ്പോൾ 30 into 25 അവിടെ എത്ര പേയേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്? 75 0 750 ഉണ്ട്. ഇനി അല്ലെങ്കിൽ എങ്ങനെ വരാം? പേയേഴ്സ് ഗേള് ഫസ്റ്റ് ക്ലാസ്സിന് 10A എന്ന് ഗേള്, 10B എന്ന് ബോയ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഗേളും ബോയും വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് 10A എന്ന് ഗേളിനെ എടുത്തു, 10B എന്ന് ബോയിനെ എടുത്തു. അപ്പോൾ അവിടെ എത്ര പേയേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്? 20 into സെക്കൻഡ് ക്ലാസ്സിലെ ബോയ് എന്ന് പറയുമ്പോൾ 15. അവിടെ എത്ര വരും? 300. അപ്പോൾ ഒരു ഗേളും ഒരു ബോയും വരുമ്പോൾ ടോട്ടൽ പേയേഴ്സ് എത്ര വരും? രണ്ടും കൂടെ കൂട്ടിയാൽ 250 300 1050. അവിടുത്തെ പ്രോബിലിറ്റി എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് 1 ഗേൾ ആൻഡ് 1 ബോയ് അല്ലേ? അപ്പം എന്ത് വരും? പ്രോബിലിറ്റി ടോട്ടൽ ഇവിടെ 1050 അല്ലേ? ഫേവറബിൾ ഔട്ട്കം ഒരു ഗേളും ഒരു ബോയും വരാനുള്ള പേയേഴ്സ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 1050 ആണ്. ബൈ ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 2000 ആയിരുന്നു. അപ്പോൾ 105/200 എന്ന് പറയുമ്പോൾ ചെറുതാക്കി കഴിഞ്ഞാൽ എന്ത് വരും? എത്ര അഞ്ചുണ്ട് ഇവിടെ? 20/40 അല്ലേ? 100ൽ 25 പിന്നെ 105ൽ 21 ഉണ്ടാവും. 200ൽ 45 21/40. ലാസ്റ്റ് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും വരണം. ഒരു ബോയ് എങ്കിലും വരാന്ന് പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും ബോയ് വരാം. രണ്ടും ബോയ് വരുമ്പോൾ എത്രയായിരുന്നു? എത്ര പേയേഴ്സ് ഉണ്ടായിരുന്നു? രണ്ടും ബോയ് വരുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് പേയേഴ്സ് ബീങ് ബോത്ത് ബോയ്സ് 450 ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗേളും ഒരു ബോയും വരുമ്പോൾ 1050 ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ 1050ഉം 450ഉം എത്രയായി? 1050 450 1500 അല്ലെ? ഒരു ബോയ് എങ്കിലും വരാനുള്ള ചാൻസ് 1500 അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ടോട്ടൽ ഔട്ട്കം 2000 ആണ്. അതിൽ നിന്ന് രണ്ടും ഗേൾ വരാനുള്ള പ്രോബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? ഒരു ബോയ് എങ്കിലും ഉള്ളതായിരിക്കൂലേ? ടോട്ടൽ പേയേഴ്സ് 2000 ആണ്. അതിൽ രണ്ടും ഗേൾസ് വരാനുള്ള പേയേഴ്സ് എത്രയായിരുന്നു? ടോട്ടൽ പേയേഴ്സ് 2000, അതിൽ രണ്ടും ഗേൾസ് വരാനുള്ള പേയേഴ്സ് 500 ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അറ്റ്ലീസ്റ്റ് 1 ബോയ് എങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ 1500 ഒരു ബോയ് എങ്കിലും വരാനുള്ള പെയർ അല്ലെ? നമ്പർ ഓഫ് പേയേഴ്സ് ഒരു ബോയ് എങ്കിലും വരുന്ന പേയേഴ്സ് എന്ന് പറയുന്നത് 1500 ആണ്. അപ്പൊ അവിടുത്തെ പ്രോബിലിറ്റി എന്ത് വരും? ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും വേണം. അപ്പം ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഒന്നുകിൽ നമുക്ക് ടോട്ടൽ പേയേഴ്സ് 2000ൽ നിന്നും ആ ഗേള് കുറച്ച് കഴിഞ്ഞാൽ രണ്ടും ഗേൾ ആവാനുള്ള പേയേഴ്സ് ഉണ്ട്. രണ്ടും ഗേൾ ആവുന്ന പേയേഴ്സ് എത്രയായിരുന്നു? ടോട്ടൽ പേയേഴ്സ് രണ്ടും ഗേൾ വരുന്നത് 500. അത് കുറച്ച് കഴിഞ്ഞാൽ 1500 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, രണ്ടും അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും വരാന്ന് പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും ബോയ് വരാം. രണ്ടും ബോയ് വരുമ്പോൾ എത്ര പേയേഴ്സ് ഉണ്ടാവും? ബോത്ത് ബോയ്സ് വരുമ്പോൾ 450 ഉണ്ടാവും. 450 പ്ലസ് അല്ലെങ്കിൽ ഒരു ബോയ് വരുമ്പോൾ ബോയും ഗേളും 750 ഉണ്ടായിരുന്നു, ഗേളും ബോയും അങ്ങനെ വരുമ്പോഴും 300 ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ ഒരു ബോയ് വരുമ്പോൾ
ഒരു ഗേൾ ഒരു ബോയ് വരുമ്പോൾ 1050 ഉണ്ടായിരുന്നു. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും 1500 വരുന്നുണ്ട്. നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് വരുമ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 1500 അപ്പോൾ ഈ ടോട്ടൽ ഔട്ട്കം 2000 ആണ്. ടോട്ടൽ 2000 പെയേഴ്സിൽ 1500 പെയേഴ്സിൽ എന്തുണ്ട്, അറ്റ്ലീസ്റ്റ് 1 ബോയ് എങ്കിലും ഉണ്ട്. നമ്മൾ സിമ്പിൾ ഫോമിലാക്കി കഴിഞ്ഞാൽ 15/20 എന്ന് പറയുമ്പോൾ 3/4. ഓക്കെ ഓക്കെ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ 4 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്.